എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. വീണ്ടും ഇതാ മനോഹരമായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഴ്ച തന്നെ ദൈവം നമുക്ക് തരികയാണ്. ഈ ആഴ്ചയിൽ നമുക്ക് കൂടുതൽ വെല്ലുവിളികളെ നേരിടുവാൻ കർത്താവ് സഹായിക്കട്ടെ. അതായത് ഏറ്റവും കഠിനമായത് ആദ്യം ചെയ്യുക. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും ഏറ്റവും കഠിനമായത് എന്താണ്, അതാദ്യം ചെയ്യുക. ഉദാഹരണത്തിന്, ഏറ്റവും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആദ്യം പഠിക്കുക. അതിനേക്കാൾ ബുദ്ധിമുട്ട് കുറഞ്ഞത് രണ്ടാമത് പഠിക്കുക. ഏറ്റവും നല്ല, നിങ്ങളുടെ ഏറ്റവും സന്തോഷമായിരിക്കുന്ന സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞത് പഠിക്കുക. അല്ലെങ്കിൽ വൈകിട്ട് സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞത് പഠിക്കുക. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ഹാർഡായിട്ടുള്ളത് ആദ്യം ചെയ്യുക. അതായത് ഇങ്ങനൊരു ചൊല്ലുണ്ട്, നമ്മൾ ലേറ്റായിട്ട് വെള്ളത്തിൽ ചാടിയത് കൊണ്ട് തണുത്ത വെള്ളം ചൂടാകാനൊന്നും പോകുന്നില്ല. ആ വെള്ളത്തിൻ്റെ തണുപ്പ് എപ്പോഴും അതുതന്നെയാണ്. നേരത്തെ ചാടിയാലും ലേറ്റായിട്ട് ചാടിയാലും തണുപ്പ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ ഒരു കാര്യത്തിനും മടി കാണിക്കാതെ നമ്മൾ ചെയ്യുന്ന ഏത് കാര്യത്തിൽ ഏറ്റവും ഹാർഡായിട്ടുള്ളത് ഒന്നാമത് ചെയ്യുക. കർത്താവ് അതിനുള്ള കൃപ നമുക്ക് തരട്ടെ. ഈ തിങ്കളാഴ്ച മുതൽ അങ്ങനെ ഏറ്റവും ഹാർഡായിട്ടുള്ള കാര്യത്തെ നമ്മൾ തള്ളിക്കളയരുത്. അതിനെ ഏറ്റവും പ്രഭാതത്തിൽ തന്നെ ചെയ്ത് അതിനെ നമുക്ക് മെരുക്കാം, അതിനെ നമുക്ക് അതിജീവിക്കാം. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ഒരുമിച്ച് നിറയാം. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള ഭാഗമാണ് വായിക്കേണ്ടത്. നമ്മുടെ 21 വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു നിർത്തി. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന അവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. പ്രാർത്ഥിക്കുന്ന പത്രോസ് ഭക്ഷണം ഒരുക്കാൻ അല്പം വൈകിയപ്പോൾ, വിശന്നപ്പോൾ കൂടുതൽ ദൈവസാന്നിധ്യത്തിലേക്ക് കയറിയിരുന്ന പത്രോസ്, സ്വർഗീയ ദർശനം 3 പ്രാവശ്യം കണ്ട പത്രോസ്, ദൈവം വിശുദ്ധീകരിച്ചതിനെ മലിനമെന്ന് എണ്ണരുതെന്ന് ദൈവത്തിൻ്റെ വാണിംഗ് കിട്ടിയ പത്രോസ്, ദൈവ സാന്നിധ്യത്തിലിരിക്കുന്ന പത്രോസ്, ആ ദർശനം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ അതിനെക്കുറിച്ച് തന്നെ ഇതെന്താണെന്ന് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന പത്രോസ്. ഇങ്ങനെയുള്ള മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കാര്യം വേഗത്തിൽ നമ്മുടെ മുമ്പിൽ എത്താൻ പോകുന്നു. പടിവാതിക്കൽ ഒരു സ്വരം കേട്ടു. എന്താണ്? ഈ അഡ്രസ്സിലുള്ള, ഈ പേരുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ? കൃത്യമായിട്ട് ആ വീട്ടിൽ തന്നെ അവർ എത്തിച്ചേരുകയാണ്. ആ വീട്ടിൽ ആ പാർക്കുന്ന വ്യക്തിയുടെ പേര് അവർ വിളിച്ചു ചോദിക്കുകയാണ്. പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു. നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ, നിങ്ങൾ വന്ന സംഗതി എന്ത് എന്ന് ചോദിച്ചു. 22-ാം വാക്യത്തിൽ അതിന് അവർ പറഞ്ഞത്, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകലജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ് എന്ന ശതാധിപനെ നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് ഒരു വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞു. പത്രോസിനോടുള്ള ദൈവത്തിൻ്റെ പ്ലാനാണ്. പത്രോസിന് ദൈവം നേരത്തെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഞാൻ നീതീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണരുത്. എന്നാൽ പത്രോസിനൊന്നും ചിന്തിക്കാൻ കഴിയാത്ത ക്വാളിറ്റിയുള്ള ആളാണ് കൊർന്നല്യോസ്. കൊർന്നല്യോസിനെ കുറിച്ച് ഇവിടെ പറയുന്നു, അവൻ നീതിമാനാണ്, ദൈവഭക്തനാണ്, യഹൂദന്മാരുടെ സകല ജാതിയാലും നല്ല സാക്ഷ്യം കൊണ്ടവനുമായ കൊർന്നല്യോസ്. അവനൊരു ശതാധിപനാണ്, ഉയർന്ന ഉദ്യോഗസ്ഥനാണ്, എല്ലാവരും ബഹുമാനിക്കുന്നവനാണ്, നല്ല കുടുംബജീവിതമുള്ളവനാണ്, കുഞ്ഞുങ്ങളെ നന്നായി വളർത്തുന്നവനാണ്, പ്രാർത്ഥിക്കുന്നവനാണ്, ധർമ്മം കൊടുക്കുന്നവനാണ്, ദൈവ ഭയം, കുടുംബമായിട്ട് ദൈവത്തെ ഭയപ്പെടുന്നവനാണ്. പത്രോസിനൊരൊറ്റ ജോലിയേ ഉള്ളൂ: ചെല്ലുക, സുവിശേഷം അറിയിക്കുക, സ്നാനപ്പെടുത്തുക, തിരിച്ചു പോരുക. പത്രോസിന് ഇവനെ ഇനി നല്ലവനാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരത്തെ അത് റെഡിയായിരിക്കുകയാണ്. ഇത്രയും
കൃത്യതയുള്ള ഒരു ജീവിതം നയിക്കുന്ന ഒരുവനെ ദൈവം തള്ളിക്കളയുന്നില്ല. അങ്ങനെ സ്വന്തം മനസാക്ഷിയിൽ നന്നായിട്ട് ജീവിക്കുന്നവൻ, ന്യായപ്രമാണമില്ലാതെ ന്യായപ്രമാണത്തിലുള്ളത് സ്വന്തമായിട്ട് ചെയ്യുന്നവൻ, തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമെന്ന് റോമാലേഖനത്തിൽ പറയുന്ന പോലെയുള്ളൊരു മനുഷ്യൻ, കറയില്ലാതെ ജീവിക്കുന്നൊരു മനുഷ്യൻ, സ്വർഗത്തിന് ഉറപ്പാണ്. ഇവൻ സ്വർഗത്തിലെത്തിയേ മതിയാവും. ഒറ്റ കാര്യം ചെയ്തേ മതിയാവും. ഇവൻ യേശുവിനെ കർത്താവും രക്ഷകനുമായി സ്വീകരിക്കണം. ഇത്രയും ക്വാളിറ്റിയുള്ള ഒരുവൻ സ്വർഗത്തിൽ പോകാൻ പത്രോസ് വന്നേ മതിയാവും. ഞാൻ നീതിമാനാണ്, ഞാൻ ഭക്തനാണ്, നല്ല സാക്ഷ്യമുള്ളവനാണ്, നല്ല കുടുംബജീവിതമുള്ളവനാണ് എന്നൊന്നും പറഞ്ഞാൽ കാര്യം നടക്കില്ല. ഇന്ന് പലരും ന്യായീകരിക്കുന്ന ഇതാണ്: ഞാൻ ഒരു തെറ്റും ചെയ്യുന്നില്ല, ഞാൻ കുടുംബം നന്നായിട്ട് നോക്കുന്നു, ഞാൻ കള്ള് കുടിക്കുന്നില്ല, ഞാൻ സിഗരറ്റ് വലിക്കുന്നില്ല, ഞാൻ വളരെ മാന്യമായിട്ടാണ് ജീവിക്കുന്നത്, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആവശ്യമില്ല, എനിക്ക് വചനം കേൾക്കേണ്ട ആവശ്യമില്ല, എനിക്ക് സ്നാനപ്പെടേണ്ട ആവശ്യമില്ല, എനിക്ക് വേറൊന്നിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വലിയ വലിയ സ്വയം നീതിക്കാരുണ്ട്. എന്നാൽ അങ്ങനെയുള്ളവർ ഇതറിയണം, കൊർന്നെല്യോസിനോളം മികവുള്ളവർക്ക് പോലും രക്ഷിക്കപ്പെടാതെ നിവൃത്തിയില്ല. യേശു പറഞ്ഞു, ഞാനാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാൻ ആർക്കും കഴിയില്ല. യേശു കർത്താവ് എന്ന ഏക വഴിയല്ലാതെ മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമവുമില്ല. വിശ്വാസ ജീവിതം പറയുമ്പോൾ ക്രിസ്തീയ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്. അവർ പറയും, ഞങ്ങൾ നല്ല മർത്തോമ കുടുംബത്തിലാണ്, ഞങ്ങൾ നല്ല CSI കുടുംബത്തിലാണ്, യാക്കോബായ കുടുംബത്തിലാണ്, പിന്നെ ഓർത്തഡോക്സ് ഫാമിലിയാണ്, ഞങ്ങൾ വളരെ വളരെ CNA അനുഗ്രഹിക്കപ്പെട്ട CNA ഫാമിലിയിലാണ്, ഞങ്ങൾ പെന്തിക്കോസുകാരാണ്. പെന്തിക്കോസ് കുടുംബത്തിലാണെങ്കിലും സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടണം. പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചെന്ന് കരുതി വിശ്വാസിയാകില്ല. വ്യക്തിപരമായി അപ്പനും അമ്മയും വിശ്വാസത്തിലാണ്, അവർ സ്നാനപ്പെട്ടവരാണെന്ന് കരുതി അടുത്ത തലമുറ രക്ഷിക്കപ്പെടാൻ യേശുവിനെ സ്വീകരിക്കണം. ആ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. വ്യക്തിപരമാണ് രക്ഷ. കർത്താവിനെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ചേ മതിയാവും. തമ്പിച്ചായൻ പറയുന്ന പോലെ, കാർ ഷെഡിൽ കിടന്ന് പട്ടി പറ്റാലും കാറാകത്തില്ലെന്ന് പറഞ്ഞതുപോലെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് കാര്യമായില്ല. വ്യക്തിപരമായി യേശുവിനെ അറിയണം, യേശുവിൽ വിശ്വസിക്കണം, യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറയണം, കർത്താവേ ഞാനൊരു പാപിയാണെന്ന്. പെന്തിക്കോസിൽ ജനിച്ചവനായാലും അവനത് പറയണം. പെന്തിക്കോസ് കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടൊന്നും കാര്യമായില്ല, അവൻ പറയണം. ഏത് ക്രിസ്തീയ കുടുംബമാണെങ്കിലും എത്ര നീതിമാനാണെന്ന് പറഞ്ഞാലും യേശുവിനെ കൂടാതെ ഒരു നിത്യ രക്ഷ ഇല്ല എന്ന സത്യം ഒരു ദൈവ പൈതൽ അറിയണം. യേശുവിനെ സ്വീകരിക്കണം, യേശുവിനെ കൈക്കൊള്ളണം, യേശുവിൻ്റെ ആത്മാവിൽ നിറയണം. യേശുവിനോടുള്ള കൂട്ടായ്മ, അതായത് യേശുവിനോടുള്ള കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ സഭയുടെ കൂട്ടായ്മയാണ്. വീണ്ടും ജനിച്ച ഒരു സഭയ്ക്കകത്ത് നിങ്ങൾ കൂട്ടായ്മ പുലർത്തണം. നിങ്ങളായിരിക്കുന്ന പാരമ്പര്യത്തിൽ നിന്ന് പറ്റത്തില്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു കൂടിവരവിൽ പോയി നിങ്ങൾ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. നിർബന്ധമാണ്. കൊർന്നെല്യോസേ, നീ എത്ര നീതിമാനാണെങ്കിലും പത്രോസ് വന്ന് സുവിശേഷം അറിയിക്കാതെ, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ടേറ്റു പറയാതെ നിന്റെ ജീവിതം നിത്യമായ സ്വർഗീയമായ അനുഭവത്തിലെത്തുന്നില്ല. അതാണ് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ വന്നവർ പത്രോസിനോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാ വന്നതെന്ന് ചോദിച്ചപ്പോൾ അതിന് അവർ, നീതിമാനും ദൈവഭക്തനും യഹൂദന്മാരുടെ സകല ജാതിയിലും നല്ല സാക്ഷ്യം കൊണ്ടവനും ആയ കൊർന്നെല്യോസ് എന്ന ശതാധിപനെ
നിന്നെ വീട്ടിൽ വരുത്തി നിന്റെ പ്രസംഗം കേൾക്കണമെന്ന് വിശുദ്ധ ദൂതനാൽ അരുളപ്പാടുണ്ടായിരിക്കുന്നു. ഇത് പറയുന്ന ആരാണ്? തൻ്റെ കൂടെയുള്ള ജോലിക്കാർ. വീട്ടുകാർക്ക് നല്ല സാക്ഷ്യമാണ്. നാട്ടുകാർ മാത്രമല്ല, ചിലർക്ക് നാട്ടിൽ നല്ല സാക്ഷ്യമാണ്, വീട്ടിലുള്ളവർക്ക് നല്ല അഭിപ്രായമില്ല. ഭാര്യ പറയും, നിങ്ങൾക്ക് നാട്ടുകാരോടൊക്കെ ഭയങ്കര ബന്ധമാണ്, വീട്ടിൽ വരുമ്പോൾ നിങ്ങളെന്താ സിംഹം പോലെ ഗർജിക്കുന്നേ? നാട്ടിൽ നിങ്ങളെല്ലാവരുടെയും കൺമണിയല്ലേ? നാട്ടിലും വീട്ടിലും എവിടെയും നല്ല സാക്ഷ്യമുള്ളവൻ. ജാതികളുടെ ഇടയിലേക്ക് ഇതാ ദൈവം വാതിൽ തുറക്കുമ്പോൾ ദൈവം എങ്ങനെ ഒരു കുടുംബത്തെയാണ് അതിനുവേണ്ടി സെലക്ട് ചെയ്തതെന്ന് അറിയാമോ? ഏറ്റവും റോൾ മോഡലായിട്ടുള്ള ഒരു ഫാമിലി, അതാണ് ജാതികൾക്ക് വേണ്ടി ദൈവം തുറന്ന ഒന്നാമത്തെ കുടുംബം. അങ്ങനെ 23-ാമത്തെ വാക്യം, അവൻ അവരെ അകത്ത് വിളിച്ചു പാർപ്പിച്ചു. പിറ്റേന്നാൾ എഴുന്നേറ്റ് അവരോടുകൂടെ പുറപ്പെട്ടു. യോപ്പയിലെ സഹോദരന്മാർ ചിലരും അവനോടുകൂടെ പോയി. യോപ്പയിൽ നിന്നാണ് യാത്ര. ഒരു രാത്രി അവിടെ ഈ വന്നവർ 3 പേരും താമസിച്ചു. അതിനുശേഷം പിറ്റേ ദിവസം യോപ്പയിലുള്ള കുറച്ചു പേര് കൂടി പത്രോസിൻ്റെ കൂടെ പോവുകയാണ്. 24-ാം വാക്യം, പിറ്റേന്നാൾ കൈസറിയയിലെത്തി. യാത്രകളാണ്. ഒരു ദിവസം വഴിദൂരം, 2 ദിവസം വഴിദൂരം, ഒക്കെയുള്ള യാത്രകളാണ്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളില്ല. അവർ യാത്ര ചെയ്യുകയാണ്. എപ്പോഴും ഫിലിപ്പോസിനെ ദൈവാത്മാവ് എടുത്തുകൊണ്ട് പോയതുപോലെ എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥയില്ല. ചില സമയങ്ങളിൽ അത് ഫിലിപ്പോസ് മിടുക്കനായതുകൊണ്ടല്ല, ദൈവത്തിന് എന്തോ എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ടത് സംഭവിച്ചത്. ഇപ്പോൾ ഇതാ പത്രോസ്, ഫിലിപ്പോസിനെയൊക്കെ പ്രാർത്ഥിച്ച് നിയോഗിച്ചയച്ച പത്രോസിന് അങ്ങനെ ഒരു ആകാശത്തു കൂടിയുള്ള ഒരു പറക്കൽ ഫിലിപ്പോസിന് കിട്ടിയ എക്സ്പീരിയൻസ് ഇല്ല. ചിലപ്പോൾ നമ്മേക്കാൾ ജൂനിയേഴ്സ് ആയിട്ടുള്ളവർക്ക്, നമ്മൾ വിശ്വാസത്തിൽ കൊണ്ടുവന്നവർക്ക് അസാധാരണമായ ആത്മീക അനുഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരും. അതിൽ ദൈവത്തോട് ഒരു പരാതിയും പറയരുത്. ഇതാ പത്രോസിന് ഒരു വിഷമവുമില്ല. ഒരു ദിവസമൊക്കെ നടക്കാൻ താൻ തയ്യാറാണ്. നാളുകൾ കാത്തിരിക്കുകയാണ്. കർത്താവെ, അടുത്ത വഴിയേതാണ്, അടുത്ത വാതിലേതാണ്? കുറേ നാൾ തോൽക്കൊല്ലനായ ശിമോന്റെ വീട്ടിൽ പാർത്തുന്നാണ്. പത്രോസേ, ഇതിനായിരുന്നു ദൈവം നിന്നെ ഇവിടെ ഇരുത്തിയത്. ലോക ചരിത്രത്തിൽ ജാതികൾക്ക് വേണ്ടിയുള്ള ഇതാ താക്കോൽ തൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. അങ്ങനെ ഭൂമിയിൽ യഹൂദന്മാരുടെ വിമർശനങ്ങളുണ്ട്. ജാതികളുടെ അടുക്കൽ പോകരുത്. എന്നാൽ അവൻ ആ ജാതി യഹൂദൻ എന്ന വേർതിരിപ്പിനെ പൊളിച്ചു കളയുകയാണ്. കർത്താവ് പറഞ്ഞു, ഒന്നിനെ മലിനമെന്ന് കാണരുത്. അതായത് ദൈവം ജാതി വ്യവസ്ഥകളെ വെറുക്കുന്നു. ഇനി നീ ജാതി എന്ന് പറയരുത്. പിന്നത്തേതിൽ പൗലോസ് ജാതികളുടെ അപ്പോസ്തലനായിട്ട് മാറുന്നതും നമ്മൾ കാണുന്നു. എത്ര നല്ല മാർഗമാണ് ക്രിസ്തീയ മാർഗം. അയിത്തമില്ല, വർണ്ണവിവേചനങ്ങളില്ല, വലിപ്പച്ചെറുപ്പങ്ങളില്ല. അങ്ങനെ ആരെങ്കിലും ഏതെങ്കിലും സഭയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമല്ല, ബോർഡുണ്ടെന്നേ ഉള്ളൂ. വലിപ്പച്ചെറുപ്പമില്ലാത്ത, നിറവ്യത്യാസങ്ങൾ നോക്കാത്ത, സാമ്പത്തിക മാന്യതകളും ഇല്ലായ്മകളും നോക്കാത്ത, എല്ലാവരെയും പുതുതായി കാണുന്ന, ഒരുപോലെ കാണുന്ന, അതായത് ഞാൻ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല എന്ന് 2 കൊരിന്ത്യർ 5:16 പറയുന്നത് പോലെ കാണുന്ന സഭയാണോ നിങ്ങൾ പോകുന്ന സഭ? എങ്കിൽ ആ സഭ യഥാർത്ഥ ദൈവസഭയാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്ന, സഭയിൽ സാമ്പത്തികമുള്ളവരുണ്ട്, സാമ്പത്തികമില്ലാത്തവരുണ്ട്, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരു കൂട്ടായ്മയാണോ നിങ്ങൾ പോകുന്ന സഭ? യേശു ക്രിസ്തുവിൻ്റെ തിരുസഭയാണ്. ഇതാണ് യേശുവിൻ്റെ സഭ. ഈ സഭയാണ് പാതാള ഗോപുരം ജയിക്കാത്ത ദൈവസഭ. ഇതാ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ജാതികളിലേക്ക് ദൈവം വാതിൽ തുറക്കുകയാണ്.
അങ്ങനെ പിറ്റേന്നാൾ കൈസരയിലെത്തി. അവിടെ കൊർന്നല്യോസ് ചാർച്ചക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി അവർക്കായി കാത്തിരുന്നു. കൊർന്നല്യോസ് പത്രോസ് വരുമെന്നുള്ള ഉറപ്പിൽ കാത്തിരിക്കുകയാണ്. ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞ ആ പത്രോസ്, സ്വർഗത്തിലെ ദൂതൻ പോലും പറയാത്ത സുവിശേഷം പറയുന്ന പത്രോസ്, എൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളത് ദൈവം വായിൽ നിക്ഷേപിച്ച പത്രോസ്. ആ പത്രോസിനെ കാണാൻ വീട്ടിനകത്ത് നിറയെ ആൾക്കാരെ കൂട്ടി വരുത്തി കാത്തിരിക്കുകയാണ്. നീ കാണുന്ന ദർശനം അത് നടക്കുമെന്ന് വിശ്വസിച്ച് അതിനുള്ള സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞു. കൊർന്നല്യോസ് ഒരു ദർശനം കണ്ടു. എന്നിട്ട് ആ ദർശനത്തിന് വേണ്ടി കാര്യങ്ങൾ പ്രോഗ്രാം ചെയ്തു. അതാണ് നമ്മളിവിടെ കാണുന്നത്. നിങ്ങളൊരു ദർശനം കണ്ടാൽ ആ ദർശനം പൂർത്തിയാകുന്നത് ആ ദർശനത്തിന് വേണ്ടി സ്റ്റെപ്പുകൾ വയ്ക്കണം. അപ്പോഴാണ് അത് നിവർത്തിയാകുന്നു. എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് പലർക്കും അത് നടക്കാറില്ല. എന്നാൽ അതിനൊത്തവണ്ണം വിശ്വാസത്തിൻ്റെ ഒരു ചുവട് വെക്കണം. അത് നടക്കും. ദൈവമാണ് കാണിച്ചതെങ്കിൽ, ദൈവമാണ് പറഞ്ഞതെങ്കിൽ പത്രോസ് വന്നിരിക്കും. ദൈവത്തിൻ്റെ പ്രോഗ്രാമാണ്. ദൈവ അഡ്രസ്സ് കാണിച്ചല്ലേ പത്രോസിന് അഡ്രസ്സ് കിട്ടിയിട്ട് വരട്ടെ? ഇല്ല, നമ്മൾ ഒരു ഉത്തരവാദിത്തം എടുക്കണം. കൊർന്നല്യോസ് അത് ചെയ്തു. ഇതിൽ നിന്നൊക്കെ നാം പഠിക്കുന്നത്, നാം കാണുന്ന സ്വപ്നങ്ങളും ദർശനങ്ങളും വെളിപ്പാടിനൊത്തവണ്ണം നാം വിശ്വാസത്തിൻ്റെ ചില ചുവടുകൾ വെച്ചാൽ ആ കാര്യം വേഗത്തിൽ സംഭവിച്ചിരിക്കും. കർത്താവ് അതിനുള്ള കൃപ നിങ്ങൾക്ക് തരും. ഈ തിങ്കളാഴ്ച മുതൽ അതങ്ങനെ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് ശ്രദ്ധിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കാണുന്ന ദർശനങ്ങൾ, കാണുന്ന സ്വപ്നങ്ങൾ, കാണുന്ന വെളിപ്പാടുകൾ, കിട്ടുന്ന ദൈവാലോചനകൾ നിറവേറേണ്ടതിന് കൊർന്നല്യോസിനെ പോലെ ചില സ്റ്റെപ്പുകൾ വെക്കട്ടെ. അത് വിശ്വസിക്കട്ടെ. വേഗത്തിൽ അവരുടെ ജീവിതത്തിൽ അത് കാണാൻ യേശുവിൻ നാമത്തിൽ ഇടയാകട്ടെ. ഇത് കേൾക്കുന്നവർ അസാധാരണമായ ദൈവിക നിയോഗങ്ങളിലേക്ക് കയറുന്നവരായി തീരട്ടെ. ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവ് അത് ചെയ്യും. നമുക്ക് വിശ്വസിക്കാം. അപ്പോസ്തല പ്രവൃത്തി നമ്മൾ തുടരുകയാണ്. നമ്മൾ ഓരോ വചനത്തിൻ്റെയും സത്യങ്ങൾ, അതിൻ്റെ വെളിപ്പാടുകൾ പഠിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഗ്രഹമാണെങ്കിൽ മറ്റുള്ളവരോട് കൂടി ഈ കാര്യം പറയുകയും മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യുകയും ചെയ്യണം. കർത്താവിൻ്റെ വേലയിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ അപ്പോസ്തല പ്രവൃത്തി തീരുന്നതിനുള്ളിൽ പല കാര്യങ്ങളും നിങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. പല വഴികളും തുറക്കാൻ പോവുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലസ് യു. ഞങ്ങൾക്ക് ചലിക്കുന്നവനെ ആരാധന, ആരാധന. ഞങ്ങൾക്ക് പ്രവർത്തിച്ച ആരാധന, ആരാധന. ഞങ്ങൾക്ക് ചലിക്കുന്നവനെ ആരാധന, ആരാധന. ഞങ്ങൾക്ക് പ്രവർത്തിച്ചവനെ ആരാധന, ആരാധന. യേശു വഴി തുറക്കും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഇരുളിൽ പ്രകാശം, എൻ്റെ യേശു കർത്താവ്. ഓ വഴി തുറക്കും അത്ഭുത മന്ത്രി, വീരനാം ദൈവം, ഇരുളിൽ പ്രകാശം, എൻ്റെ യേശു കർത്താവേ. ഉള്ളത്തെ സ്പർശിക്കുന്നവനെ ആരാധന,
ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ തുറന്നിടും എനിക്കാ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ സഭ ഉറച്ചൊന്ന് പാടിയട്ടെ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ തുറന്നി പുതിയ മാസത്തിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ തുറന്നൊരു കണ്ണും കണ്ടിട്ടില്ല ഒരു ചെവിയും കേട്ടിട്ടില്ല വലുതും സഫലവുമായ വാതിൽ Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. എന്നും നീ മാത്രം 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 എന്നും